ബുർക്കിന ഫാസോയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിനുള്ളിൽ വെച്ച് 26 ക്രൈസ്തവരെ ജിഹാദികൾ കഴുത്തറുത്തു കൊന്നു. പൊന്തിഫിക്കൽ ഫൗണ്ടേഷനായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. ഓഗസ്റ്റ് 25-ന് ബുർക്കിന ഫാസോയിലെ സനാബ പട്ടണത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിനിടെയാണ് ഈ കൂട്ടക്കൊല നടന്നത്. തീവ്രവാദികൾ ഗ്രാമം വളയുകയും ക്രൈസ്തവരെയും ജിഹാദികളുടെ പ്രത്യയ ശാസ്ത്രത്തിന്റെ എതിരാളികളായി കാണുന്നവരെയും മാറ്റി നിർത്തിയ ശേഷം അവരെ ബന്ധനസ്ഥരാക്കിയതായി ACN റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് അതിലെ 26 ക്രൈസ്തവരെ ഭീകരർ അടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ബർസലോഗ ഗ്രാമത്തിലെ ഭീകരാക്രമണം നടന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 150 പേർ കൊല്ലപ്പെട്ടെന്ന് പറയുമ്പോഴും മരണസംഖ്യ 250-ന് മുകളിൽ ഉണ്ടാകുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അക്രമത്തെ തുടർന്ന് 5000-ഓളം സ്ത്രീകളും കുട്ടികളും മാലിയുടെ അതിർത്തിക്കടുത്തുള്ള നൗന പട്ടണത്തിൽ അഭയം പ്രാപിച്ചതായി ACN വെളിപ്പെടുത്തി. പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ട പുരുഷന്മാർ എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുകയാണെന്നും അവർ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും സംഘടന വ്യക്തമാക്കുന്നു. 2023-ലെ വേൾഡ് റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് അനുസരിച്ച് ബുർക്കിന ഫാസോയിലെ ക്രൈസ്തവർ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. കൂടുതലും ഇസ്ലാമിക തീവ്രവാദികളാണ് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്.